ഹലോ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ബീഹാർ ഇലക്ഷൻ റിസൾട്ട് വന്നിട്ടുണ്ട്. NDA ഭരണം റീറ്റെയിൻ ചെയ്യുമെന്നുള്ള ഒരു പൊസിഷനിലാണ് നിലവിൽ നിൽക്കുന്നത്. ആൻഡ് മാർക്കറ്റും അതിനനുസരിച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഡൗൺ സൈഡ് വന്ന സ്റ്റോക്ക് ഒരു ഈവനിങ് ടൈം ആയപ്പോഴത്തേക്കും അവസാനത്തെ ഒരു അരമണിക്കൂർ നല്ല രീതിയിൽ അപ്സൈഡ് പോയിട്ടുണ്ട്. സോ ആളുകളെല്ലാം ഷോർട്ട് ചെയ്ത ശേഷം ആ ഒരു ഷോർട്ട് പൊസിഷനെ എന്താ പറയുക സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്ത് സ്റ്റോക്ക് മീൻസ് ഇൻഡെക്സ് അപ്സൈഡ് പോവുകയാണ് ഉണ്ടായത്. സോ നിങ്ങൾ 15 മിനിറ്റിലെ അരമണിക്കൂറിലെ മൂവ്മെൻറ്റ് നോക്കിയാൽ അറിയാം ഒരു പെട്ടെന്നുണ്ടായ ഒരു ബൗൺസ് ആണ് നമുക്കിവിടെ നിഫ്റ്റിയുടെ ബേസിൽ നിന്ന് കാണാവുന്നത്. ഒരു സപ്പോർട്ട് റേഞ്ചിൽ നിന്ന് 185 പോയിന്റാണ് നിഫ്റ്റി അപ്സൈഡ് പോയത്. ഇതേ മൂവ്മെന്റ് നമുക്കൊന്ന് ബാങ്ക് നിഫ്റ്റിയിൽ എങ്ങനെയായിരുന്നു നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ അത് തന്നെയാണ്. ആ ഒരു സപ്പോർട്ട് റേഞ്ചിൽ നിന്നാണ് ആ സ്റ്റോക്ക് ബൈയിങ് ഏരിയയിൽ നിന്ന് നമ്മുടെ ഇൻഡെക്സ് തിരിച്ചു കയറി പോവുകയായിരുന്നു. സോ ഇങ്ങനെ തന്നെയാണ് നമ്മൾ മാർക്ക് ചെയ്തിടേണ്ടത്. കാര്യം ഇൻഡെക്സുകളുടെ ഒരു ബേസ് ഏരിയാസ് അല്ലെങ്കിൽ ഡിമാൻഡ് ഏരിയാസ് മാർക്ക് ചെയ്തിട്ടിരുന്നാൽ നമുക്ക് ഇതേപോലെ നല്ല നല്ല മൂവ്മെന്റ്സ് ക്യാച്ച് ചെയ്യാനും ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് വരുന്നതായിരിക്കും. ഓക്കെ, സോ അപ്പം ഇത്രയും കാര്യങ്ങൾ ഇന്ന് മാർക്കറ്റിൽ നടന്നു. ആൻഡ് ഇന്നത്തെ ഗ്ലോബൽ മാർക്കറ്റുകൾ ഏകദേശം നെഗറ്റീവ് ആയിരുന്നു. സോ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് രാവിലെ ഉണ്ടായ ഒരു ഡൗൺ സൈഡ്. അപ്പോൾ ഇന്ന് നമ്മുടെ ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ട് എറ്റേണൽ, BEL, ട്രെൻഡ്, SBI, ജിയോഫിൻ എന്ന സ്റ്റോക്കുകളാണ് ഉള്ളത്. ലൂസേഴ്സിൻ്റെ കണക്കിലുള്ളത് ഇൻഫോസിസ്, ഐഷ മോട്ടോഴ്സ്, TMPV, GSW സ്റ്റീൽ ആൻഡ് ടാറ്റ സ്റ്റീലാണുള്ളത്. സോ ഞാൻ ഇന്ന് എടുത്ത ഒരു എൻട്രി എന്ന് പറയുന്നത് ഫിനോ പേയ്മെൻറ്റ്സ് ബാങ്കിലാണ് ഒരു എൻട്രി എടുത്തത്. ഇപ്പോൾ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ അറിയാം, ഫിനോ പേയ്മെൻറ്റ്സ് ബാങ്ക് ഞാൻ നോക്കുകയാണെങ്കിൽ ഒരു ട്രെൻഡ് ലൈൻ ഫോർമേഷൻ ഇവിടെ ഉണ്ട്. ആൻഡ് സ്റ്റോക്ക് ഒരു ഡിമാൻഡ് ഏരിയ പോലത്തെ ഒരു സോണിൽ നിൽക്കുകയാണ്. ഫിനോ പേയ്മെൻറ്റ്സ് ബാങ്ക് എന്ന് പറയുന്നത് ഈ ഒരു വലിയ സോണിൽ ഒരു ഡിമാൻഡ് ഏരിയ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഏരിയയിൽ ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. സ്റ്റോപ്പ് ലോസ് വളരെ മൈനൂർ സ്റ്റോപ്പ് ലോസ് ആണ്. 277 റേഞ്ചിലാണ് സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് ടാർഗറ്റ് അടിക്കില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ശേഷം നമ്മുടെ ഫോക്കസിലുണ്ടായിരുന്ന സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ അദാനി പോർട്ടാണ്. സോ അദാനി പോർട്ട് നമ്മൾ സ്റ്റിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ എൻട്രി വന്നത് 147068 റേഞ്ചിലാണ്. ആൻഡ് സ്റ്റോക്ക് സ്റ്റിൽ നമുക്കൊരു പ്രോഫിറ്റിൽ തന്നെ നിൽക്കുകയാണ്. ശേഷം നമ്മൾ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് ശ്രീ പുഷ്കർ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ആണ്. ഇപ്പോൾ സ്റ്റോക്ക് ചെറിയൊരു ഡൗൺ സൈഡ് തന്ന ശേഷം അപ്സൈഡ് മൂവ്മെന്റിനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. നമുക്ക് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് നല്ലൊരു മൂവ്മെന്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ ശ്രീ പുഷ്കർ കെമിക്കൽസ് ഞാൻ ഹോൾഡ് ചെയ്യുകയാണ്. ശേഷം നമ്മൾ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് സിയാറ്റ് ആണ്. കുറച്ച് ദിവസമായിട്ട് സിയാറ്റ് എന്ന സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു 4011 എന്ന് പറയുന്ന ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത ശേഷം സ്റ്റോക്ക് ഡൗൺ സൈഡ് വന്ന് റീടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു മൂവ്മെന്റ് നമ്മൾ പ്രതീക്ഷിച്ച പോലെ നിലവിൽ ഉണ്ടായിട്ടില്ല. വെയിറ്റ് ചെയ്യാം, അടുത്ത വീക്കിലെങ്കിലും ആ ഒരു മൂവ്മെന്റ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. അതോ മേ ബി ഒരു ബേസ് ഏരിയയിലേക്ക് എത്താനുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്നും കൂടെ വാച്ച് ചെയ്യാം. ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കുന്നത് എന്തായാലും ഈ ഒരു സോണിൻ്റെ താഴെയാണ്. ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ സ്റ്റോപ്പ് ലോസ് ബുക്ക് ചെയ്യുന്നതായിരിക്കും. ശേഷം മേ ബി സ്റ്റോക്ക് ഈ ഒരു സോണിലേക്ക് വരികയാണെങ്കിൽ അടുത്തൊരു റീ എൻട്രിക്കുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്ന് നോക്കും. സിയാറ്റിൽ നിലവിൽ ഞാൻ ട്രേഡ് ഹോൾഡ് ചെയ്യുകയാണ്. അപ്പോൾ സിയാറ്റിൻ്റെ റീടെസ്റ്റ് സോണിൽ നിന്ന് അപ്സൈഡ് പോയിട്ടില്ല ഇതുവരെ. അപ്പോൾ ഈ ഒരു ഏരിയ താഴെ വന്ന ലോസ് ബുക്ക് ചെയ്യുക. ശേഷം 3503 എന്നുള്ള ഏരിയയിൽ വീണ്ടും എൻട്രി നോക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ട്രേഡിംഗ് പ്ലാനായിട്ട് ഇതിൽ വെച്ചിരിക്കുന്നത്. ശേഷം നമ്മൾ വേറെ 1-2 സ്റ്റോക്കുകളോട് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ശേഷമുള്ളത് ഹൈ എനർജി ബാറ്ററീസ് നമ്മുടെ വാച്ച് ലിസ്റ്റ് വെച്ചിട്ടുണ്ട്. ആൻഡ് സ്റ്റോക്ക് ഇന്നലെ ഒരു അപ്സൈഡ് മൊമെൻറ്റം തന്നിട്ടുണ്ട്. അത് കണ്ടിന്യൂ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഹൈ എനർജി ബാറ്ററീസ് എന്ന സ്റ്റോക്ക് എല്ലാവരും വാച്ച് ലിസ്റ്റിൽ ഇട്ട് വെച്ചേക്കാം. ശേഷം ടോളിൻസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ടോളിൻസ് എന്ന സ്റ്റോക്ക് ഫസ്റ്റ് ഒരു ഡിമാൻഡ് ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു സെല്ലിംഗ് പ്രഷർ മാർക്കറ്റ് രാവിലെ ഉണ്ടായിരുന്നു. അതിൻ്റെ ആ ഡിമാൻഡ് ഏരിയയായ ആ ഒരു ട്രെൻഡ് ലൈനിൽ എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ഡിമാൻഡ് ഏരിയ അതാണ്. ആൻഡ് സെക്കൻഡ് ഡിമാൻഡ് ഏരിയ 140 റേഞ്ചിലേക്ക് എത്തുമെങ്കിൽ ഒരു നല്ലൊരു എന്താ പറയുക ഒരു ബൈയിങ് പോസിബിലിറ്റി ഇവിടെ ഞാൻ കാണുന്നുണ്ട്. സോ വെയിറ്റ് ചെയ്യുകയാണ് ടോളിൻസ് എന്ന സ്റ്റോക്കിൽ. ശേഷം ശൈലി ഒരു ബ്രേക്ക്ഔട്ട് പോസിബിലിറ്റി നിൽക്കുകയാണ്. ഇങ്ങനത്തെ കുറച്ച് സ്റ്റോക്കുകൾ നമ്മൾ വാച്ച് ലിസ്റ്റിൽ വെച്ചിട്ടുണ്ട്. ശൈലി എന്ന് പറഞ്ഞ സ്റ്റോക്ക് വാച്ച് ലിസ്റ്റ് വെച്ചിട്ടുണ്ട്. ആൻഡ് യൂണിറ്റ് പാർട്സും ഒരു എന്താ പറയുക ഒരു മൂവ്മെന്റിന് ശേഷം ഒന്ന് സൈലന്റ് ആയിട്ട് സ്റ്റോക്ക് ഒന്ന് നിൽക്കുകയാണ്. ഇങ്ങനത്തെ ഒരുപാട് സ്റ്റോക്കുകൾ വാച്ച് ലിസ്റ്റിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നാളെ മറ്റന്നാളായിട്ട് വീക്കെൻഡ് വീഡിയോ ഞാൻ ഇടാൻ ശ്രമിക്കാം. അപ്പോൾ അതിൽ കൂടുതൽ സ്റ്റോക്സിൻ്റെ ഒരു പ്രൈസ് ആക്ഷൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.